ദേവീ ശരണം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവീ ശരണം. മാർക്കണ്ഡേയ പുരാണാന്തർഗതമായ ദേവീ മഹാത്മ്യമാണ് മാർക്കണ്ഡേയ മുനി ഉപദേശിക്കുന്നതാണ് എന്ന് നാം പറയുകയുണ്ടായി. മാർക്കണ്ഡേയന്റെ കഥ പ്രസിദ്ധമാണ്. പ്രത്യേകിച്ച് കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രചാരം സിദ്ധിച്ചിട്ടുള്ള കഥയാണ്. എന്നും യൗവനപ്രായത്തിൽ നിലകൊള്ളുന്ന മാർക്കണ്ഡേയന്റെ കഥ. ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ ഉത്തമ ഭക്തനായതുകൊണ്ട്, കാലകാലനായ മഹാദേവന്റെ ഉത്തമ ഭക്തനായതുകൊണ്ട് കാലനെയും കാലത്തെയും അതിജീവിക്കാൻ കഴിഞ്ഞയാളാണ് മാർക്കണ്ഡേയ മുനി. പ്രസിദ്ധമായ ആ കഥയുടെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കഥാപശ്ചാത്തലത്തിൽ നിന്ന് ഇതൾവിരിയുന്ന ചിരഞ്ജീവി എന്ന ആ വിശിഷ്ടഭാവം ഉള്ളതുകൊണ്ട് മാർക്കണ്ഡേയ മുനി പുരാണ ആചാര്യനായിട്ട് പ്രകീർത്തിക്കപ്പെടുന്നു. ദീർഘകാലമായി, കാലാകാലങ്ങളായി ഈ ലോകത്ത് വസിക്കുക മൂലം നിരവധിയായ അനുഭവ സമ്പത്തുകളിലൂടെ ആചാര്യ പദവിയിൽ വിഹരിക്കുന്ന ആ മാർക്കണ്ഡേയ മുനിയാണ് ഈ വിശിഷ്ടമായ ഉപദേശത്തെ സുശിഷ്യനായ ജൈമിനിക്ക് പകർന്നു നൽകുന്നത്. ഈ സംവാദത്തിൽ ദേവിയുടെ വിശിഷ്ടമായ ആഖ്യാനം കടന്നു വരികയാണ്. സുരഥൻ എന്നും സമാധി എന്നും പേരുള്ള രണ്ടു പേർ. സുരഥൻ നല്ലതുപോലെ രഥം ചലിപ്പിക്കാൻ അറിയുന്നയാളാണ് സുരഥൻ. രാജാവാണ്. എന്നാൽ രാജാവായ സുരഥന് രാജപദവി നഷ്ടപ്പെടുകയാണ്. രാജപദവി നഷ്ടപ്പെട്ട് ആലംബഹീനനായി വനത്തിൽ അഭയം പ്രാപിക്കുന്ന, വനത്തിലെ പർണശാലയിലെ സുമേധസ്സു മഹർഷിയുടെ ആശ്രമാന്തികത്തിൽ അഭയം പ്രാപിക്കുന്ന സുരഥനെയാണ് കഥാരംഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. സമാന അവസ്ഥയിലാണ് സമാധിയും അവിടെ എത്തിച്ചേരുന്നത്. സമാധി വലിയൊരു കച്ചവടക്കാരനായിരുന്നു, വൈശ്യൻ. കച്ചവടക്കാരനായ സമാധി തന്റെ ബിസിനസ് സാമ്രാജ്യമെല്ലാം നഷ്ടപ്പെട്ട് എല്ലാവരാലും ബഹിഷ്കൃതനായി വനത്തിൽ അഭയം പ്രാപിക്കുകയാണ്. സുരഥനും സമാധിയും തമ്മിൽ കണ്ടുമുട്ടുന്നു. സമാധി തന്റെ സങ്കടങ്ങളൊക്കെ സുരഥനോട് പങ്കുവയ്ക്കുകയാണ്. ഉരല് മദ്ദളത്തോട് പരാതി പറയുന്നത് പോലെയാണ്, പരിഭവം പറയുന്നത് പോലെയാണ് സമാധി സുരഥനോട് സങ്കടങ്ങൾ പറയുന്നത്. കാരണം സുരഥനും സമാന അവസ്ഥയിലാണുള്ളത്. രാജ്യം നഷ്ടപ്പെട്ട രാജാവ്, സ്വഭവനം പോലും നഷ്ടപ്പെട്ട ബിസിനസ്സുകാരൻ, ഇവരാണ് ഒരുമിച്ച് ചേരുന്നത്. തുല്യ ദുഃഖിതരായ ആളുകൾ ഒരുമിച്ച് ചേരുകയാണ്. സമാധിയുടെ കഥകളെല്ലാം കേട്ട സുരഥൻ പറഞ്ഞു, അങ്ങയുടെ അവസ്ഥ തന്നെയാണ് എനിക്കുമുള്ളത്. നമുക്ക് നമ്മുടെ സങ്കടം ഇതാ ഇവിടെ അടുത്തുള്ള ആ പർണശാലയിൽ വസിക്കുന്ന മഹർഷിയുടെ മുൻപാകെ സമർപ്പിക്കാം. അനുഭവസമ്പന്നനായ ആ ഋഷീശ്വരൻ നമുക്ക് എന്തെങ്കിലും ഉപദേശം തരാതിരിക്കില്ല. അങ്ങനെ അവർ രണ്ടുപേരും സുരഥന്റെ നേതൃത്വ ഗുണം സുരഥന് കൂടും. കാരണം ക്ഷത്രിയനാണ്, സമാധി വൈശ്യനാണ്, ബ്രാഹ്മണൻ
ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെയുള്ള ചാതുർവർണ്ണ്യം പ്രസിദ്ധമാണല്ലോ. ഈ ചാതുർവർണ്ണ്യം യഥാർത്ഥത്തില് ജാതി ആണ് എന്ന നിലയിൽ വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. എന്നാൽ ചാതുർവർണ്ണ്യം ജാതി അല്ല. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ തസ്യ കർത്താരമഭിമാം വിദ്യ കർത്താരമവ്യയം എന്ന പ്രസിദ്ധമായ ഗീതാവാക്യമുണ്ട്. ഇതിൽ പ്രതിപാദിക്കുന്നതനുസരിച്ച് ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് ഗുണകർമ്മങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിഭജനമാണ് എന്ന് വ്യക്തമാകുന്നു. ഗുണങ്ങള് സത്വരജസ്തമോ ഗുണങ്ങളാണ്. അപ്പോൾ ഓരോ വ്യക്തിയുടെയും ഗുണവിന്യാസ ഭേദമനുസരിച്ച് വർണ്ണം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിലാണെങ്കിൽ നമ്മളൊരു സർക്കാർ ഓഫീസിൽ പോയാലും ഈ 4 വർണ്ണങ്ങളും കാണാൻ കഴിയും. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ആ ഓഫീസിലെ ഡാറ്റ കൈകാര്യം ചെയ്യുന്ന ആളുകളെ ബ്രാഹ്മണൻ എന്ന വർണ്ണത്തിൽ പെടുത്താം. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ മുതൽ സെക്യൂരിറ്റി വരെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നയാളെ ക്ഷത്രിയൻ എന്ന വർണ്ണത്തിൽ പെടുത്താം. ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന ആളെ വൈശ്യൻ എന്നതിൽ പെടുത്താം. ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് ഒരു മേശപ്പുറത്ത് നിന്ന് ഫയൽ മറ്റൊരു മേശപ്പുറത്തേക്ക് എടുത്തുകൊണ്ട് വയ്ക്കുകയും അടിച്ചുവാരി വൃത്തിയാക്കുകയും ചായ മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നവർ ശൂദ്രൻ എന്ന വർണ്ണത്തിൽ ഉൾപ്പെടും. ഇങ്ങനെ ബ്രാഹ്മണനും വൈശ്യനും ശൂദ്രനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും സമൂഹത്തിന്റെ എല്ലാ പ്രതലങ്ങളിലുമുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. അഥവാ അത് പ്രകൃത്യാ ഉള്ളതാണ് എന്നർത്ഥം. ഈ വിഭജനം മാനവ സമൂഹത്തിൽ പ്രകൃത്യാ ഉള്ളതാണ്. അപ്പോൾ ക്ഷത്രിയന് സ്വാഭാവികമായും നേതൃത്വ പാഠവും ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടും. അതുകൊണ്ട് തന്നെ സുരഥൻ താൻ തന്നെ പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നയാളാണ്. സമാധിയും പ്രശ്നത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നയാളാണ്. രണ്ടുപേരും സമാനമായ അവസ്ഥാവിശേഷത്തിൽ എത്തിച്ചേർന്നവരാണ് എങ്കിലും സുരഥൻ നേതൃത്വം വഹിക്കുകയാണ്. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ, അഭയം പ്രാപിക്കാൻ സുമേധസ് മഹർഷിയെ സമീപിക്കാം. മഹർഷിയെ സമീപിക്കുന്നതും മഹർഷിയുടെ മുന്നിൽ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുന്നതും രാജാവ് പറഞ്ഞു എന്ന് പലതവണ ആവർത്തിച്ച് ദേവി മഹാത്മ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സുമേധസ് മഹർഷിയുടെ മുന്നിൽ പ്രശ്നം അവതരിപ്പിക്കുകയും അദ്ദേഹം പറയുന്നതിന് ഇടയിൽ സംശയങ്ങളും ചോദ്യങ്ങളും ഉന്നയിക്കുകയും ചെയ്യുന്നത് സുരഥനാണ്. സമാധിക്കും കൂടി വേണ്ടി. സമാധി ഇടപെടുന്നില്ല എന്നല്ല, എന്നാലും നേതൃത്വ പാഠവും സുരഥനാണ് എന്നതാണ്. ഇപ്രകാരം രാജ്യം നഷ്ടപ്പെട്ട രാജാവും ബിസിനസ് സാമ്രാജ്യം നഷ്ടപ്പെട്ട വൈശ്യനും വാസ്തവത്തിൽ ഇവരാരാണ് എന്ന് അന്വേഷിക്കുമ്പോൾ ഇവർ നമ്മളൊക്കെ തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. പ്രതിസന്ധികളിൽ പെട്ടുകൊള്ളുന്ന നമ്മൾ തന്നെയാണ് സുരഥനും സമാധിയും. ഈ സുരഥനും സമാധിയും അവരുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമായി സുമേധസിനെ, മേധ എന്നാൽ ബുദ്ധിയാണ്, സുമേധസ് എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിയാണ്. ആ നല്ല ബുദ്ധിയുള്ള സുമേധസ് മഹർഷിയെ ആശ്രയിക്കുന്ന സമയത്ത് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കപ്പെടുകയാണ്. നമ്മുടെ പുരാണങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു സംവാദമാണ്. വിഹ്വലമായ മനുഷ്യ മനസ്സ് സചേതനമായ ബുദ്ധിയുടെ മുന്നിൽ സംശയഗ്രസ്തമായ അവസ്ഥയിൽ നിലകൊള്ളുന്ന സമയത്ത് ആ ബുദ്ധിയിൽ നിന്നും ലഭിക്കുന്ന ശരിയായ മാർഗദർശനമാണ് നമ്മെ ഉത്കർഷതയിലേക്ക്, ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നതാണ്. സൂത ശൗനക സംവാദങ്ങളിലൂടെ ആവിർഭവിക്കുന്നതും ഈ ഒരു വൈശിഷ്ട്യമാണ്. അലഞ്ഞുതിരിയുന്ന മനുഷ്യ മനസ്സിനെയാണ് ശൗനകൻ പ്രതിനിധാനം ചെയ്യുന്നതെങ്കിൽ ബുദ്ധിയെയാണ്, ബുദ്ധിന്തു സാരഥ്യം വിദ്ധി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ ബുദ്ധിയാണ് സൂതൻ ആയിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. സൂതൻ ശൗനകാദികൾക്ക് ഉപദേശം നൽകുന്ന മാതൃകയിൽ നമ്മുടെ പുരാണ ഇതിഹാസങ്ങൾ പലതും അവതരിപ്പിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മാർക്കണ്ഡേയ പുരാണത്തിൽ മാർക്കണ്ഡേയ മുനി ജൈമിനി മഹർഷിക്ക് സ്വശിഷ്യന് പകർന്നു നൽകുന്ന സന്ദേശത്തിന്റെ ഭാഗമായി കടന്നുവരുന്ന ഈ ആഖ്യാനത്തിൽ സുമേധസിൽ നിന്നും സുരഥനും സമാധിയും ശ്രവിക്കുന്ന ചരിതത്രയമാണ് ദേവിയുടെ മാഹാത്മ്യം എന്ന് കാണാൻ സാധിക്കും. ആ മാഹാത്മ്യ വൈശിഷ്ട്യത്തിലൂടെ, ആ മാഹാത്മ്യ വിശേഷങ്ങളിലൂടെ യാത്ര ചെയ്യാനാണ് നമ്മളും ശ്രമിക്കുന്നത്. ദേവി ശരണം.